ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു എക്സാം ടൈമാണല്ലേ. നിങ്ങളെല്ലാവരും ആ ഒരു മൂഡിലിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പം മിസ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടൈം ടേബിൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് എക്സാം ഉള്ള ദിവസങ്ങൾ, അതായത് നിങ്ങൾക്ക് മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം അല്ലേ. അപ്പോൾ ആ ദിവസങ്ങളിൽ ബാക്കിയുള്ള സമയം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട്, അതുപോലെ എക്സാം കഴിഞ്ഞ് വന്നാലുള്ളൊരു സമയമുണ്ടല്ലേ, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരത്തിന് ശേഷമുള്ളൊരു സമയമുണ്ട്. ആ സമയത്ത് എന്തൊക്കെ ചെയ്യണം. ഇനി ചിലപ്പോൾ ചില എക്സാമുകൾക്കിടയിൽ നിങ്ങൾക്ക് ഗ്യാപ്പുകളുണ്ടാവും. ആ ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മളുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിലൊരു ടൈം ടേബിൾ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഡേയ്സ് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നോർമലി പോകുന്നതിനേക്കാൾ ഒരു 10% കൂടുതൽ മാറ്റം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റഡീസിനെ പോസിറ്റീവായിട്ട് മാറ്റും എന്നുള്ള രീതിയിൽ ഒരു സംശയമില്ല. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ആൻഡ് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം എൻ്റെ മക്കളിപ്പം എക്സാം ഉള്ള ദിവസമാണ് മിസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു എക്സാം ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, ഒരു 6:30 എഴുന്നേൽക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഒന്ന് ഫ്രഷ് അപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് എന്തായാലും എന്തുണ്ടാകും, മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും അല്ലേ. എക്സാം ഉള്ള ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു 7 AM to 8 AM നമ്മളുടെ മോർണിംഗ് ബൂസ്റ്റർ ലൈവ് അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച്, ഓക്കെ, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ആൻഡ് നമ്മളൊരു 9 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 9 AM to 12 PM നിങ്ങൾക്ക് എന്തുണ്ട്, സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കഴിഞ്ഞ് തലേന്ന് എന്തായാലും നമ്മൾ റിവിഷൻ ക്ലാസ്സുകളും നമ്മുടെ മാരത്തൺ ലൈവൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ക്ലാസ്സൊക്കെ ഒന്ന് റിവിഷൻ നോട്ട്സൊക്കെ ഒന്ന് വായിച്ചൊന്ന് റിവൈസ് ചെയ്യുക. അതായത് ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യാനുള്ളത്, ആ നമ്മൾ കഴിഞ്ഞ് നമ്മുടെ തലേ ദിവസം നടന്നിട്ടുണ്ടായ ആ മാരത്തണിൻ്റെ നോട്ട്സ് വായിച്ച് നോക്കുക. എന്തെങ്കിലും പോയിൻറ്റ്സ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലൈവും കൂടെ ഒന്ന് റെഫറൻസിന് വെക്കാം. അതായത് നിങ്ങൾക്ക് ഏതാണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവ് കൂടെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു നോട്ട്സ് റിവൈസ് ചെയ്യുകയാണെങ്കിൽ എന്താ, നമുക്ക് ചിലപ്പോൾ നോട്ട്സ് വായിച്ചിട്ട് അതെന്തായിരുന്നു എന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ആ ലൈവ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് നോട്ട്സ് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ ബാച്ചിലുള്ള നോട്ട്സ് ഉപയോഗിക്കാം. അതല്ല യൂട്യൂബിലെ ക്ലാസ് റെഫർ ചെയ്യുന്ന മക്കൾക്കാണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള നോട്ട്സ് റെഫർ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് ഇതാണ് എനിക്ക് ബെസ്റ്റ്, അത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 12 PM to 1 PM നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവാം. ആൻഡ് 1 PM to 5 PM എന്താണ് നിങ്ങളുടെ എക്സാം അല്ലേ. നിങ്ങൾ സ്കൂളിൽ പോയി എക്സാം എഴുതുന്നു. ആൻഡ് ഒരു 5 മണി ആകുമ്പോഴേക്ക് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യും, വീട്ടിലേക്ക് തിരിച്ചെത്തും ജനറലി. ഇനിയിപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഞാൻ 6 മണിയാവും, എൻ്റെ വീട് ദൂരെയാണ് സ്കൂള്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ടൈം ടേബിളിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാൽ മതി. അതല്ല ഒരു 5 PM എത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലെത്തി അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളിങ്ങനെ ടയേർഡായിട്ട് വന്നിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ തന്നെ നമ്മളിരുന്ന് പഠിക്കാൻ നോക്കിയാലും പറ്റില്ല. കാരണം രാത്രി നമ്മൾ ഫുൾ മാരത്തണൊക്കെ കണ്ട് ക്ഷീണിച്ചുറങ്ങിയതാണ്, രാവിലെ മോർണിംഗ് ബൂസ്റ്റ് അറ്റൻഡ് ചെയ്താണ്, പിന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി എക്സാമൊക്കെ എഴുതി വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ആ സമയത്ത് അപ്പോൾ തന്നെ വീട്ടിലെത്തി അപ്പോൾ തന്നെ പഠിക്കാനിരിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, 5 PM to 6:30 നിങ്ങൾക്കൊരു പവർ നാപ്പ് എടുക്കാം. പവർ നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് നേരം ഉറങ്ങുക. ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇവിടെ സമയം ഉണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിഫ്രഷ്ഡൊക്കെ ആയിട്ട്, ഇപ്പോൾ 1.5 മണിക്കൂർ തന്നെ വേണമെന്നില്ല, നിങ്ങളൊരു 1/2 മണിക്കൂർ നല്ല ഹെൽത്തി ആയിട്ട് ഉറങ്ങിയാലും അത് നാപ്പാണ്. 1 hour ഉറങ്ങിയാലും നാപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എത്തി ഒന്ന് റിഫ്രഷ്ഡൊക്കെ ആയിട്ട് ഒന്ന് സമാധാനത്തോടെ കുറച്ച് നേരം ഉറങ്ങുക. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫോൺ നിങ്ങൾ ചാർജിൽ വെച്ചിട്ടിരിക്കുക. അപ്പോഴെന്താണ്, നമുക്ക് രാത്രി ലൈവ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ലൈവിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണും നമ്മളും ഫിസിക്കലി ആൻഡ് മെൻ്റലി റെഡി ആയിരിക്കും. അതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പവർ നാപ്പ്. ആൻഡ് ഈ സമയത്ത് കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കൂൾ വിട്ട് വന്ന അപ്പോൾ തന്നെ TV പോയിരുന്ന് കാണുമോ അല്ലെങ്കിൽ ഫോണിൽ കളിക്കുകയോ ചെയ്യരുത്. അത് നമ്മൾ ടയേർഡ് ആക്കുള്ളൂ കൂടുതൽ. എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് 6:30 to 7:30 നമുക്ക് ടൈമുണ്ട് നമ്മുടെ നെക്സ്റ്റ് ഡേയിൽ എക്സാമിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ആവാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആദ്യം എഴുന്നേറ്റ് എന്തെങ്കിലും ചായയോ ബിസ്ക്കറ്റോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ റിവിഷൻ നോട്ട്സ് ഉണ്ടാവുമല്ലോ അല്ലേ. അതായത് നമ്മൾക്കിനിയിപ്പം ഇന്നിപ്പം ബയോളജി കഴിഞ്ഞു, ഇനി അടുത്ത ദിവസം മാത്സ് ആണെങ്കിൽ മാത്സിൻ്റെ നോട്ട്സ് വെച്ച് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞത് 7:30 കറക്റ്റ് എന്തുണ്ട്, നമ്മുടെ ലൈവ് ഉണ്ട്. അപ്പോൾ 7:30 to ഒരു 10:30 സമയം നമ്മൾ നമ്മുടെ മാരത്തൺ ലൈവിന് വേണ്ടിയിട്ട് കൊടുക്കുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണത്തിന് സെപ്പറേറ്റ് ടൈം ഇല്ല, നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാരത്തൺ ലൈവ് കഴിഞ്ഞ് ഒരു 10:30 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ലൈവ് കഴിയും. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഉറങ്ങുക. ഓക്കെ, ഇവിടെ
ടൈം ഇച്ചിരി മാറിപ്പോയതാണ് കേട്ടോ. 10:30 ടു നമ്മളൊരു 8 hours സ്ലീപ്പ് എടുക്കാം. ഓക്കെ, അപ്പോൾ 10:30 ടു ഒരു 8 hours നല്ലൊരു ഹെൽത്തി സ്ലീപ്പ് എടുക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ നെക്സ്റ്റ് ഡേയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം ഈ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഈ ഒരു സെയിം സാധനം തന്നെ 6:30 AM എഴുന്നേക്കുന്നു. അപ്പോൾ നിങ്ങളൊരു 10:30 ഉറങ്ങിക്കഴിഞ്ഞാൽ 11:30, 12:30 ദേ നമ്മുടെ 1, 2, 3, 4, 5, 6 കറക്റ്റ് നമുക്ക് 8 hours സ്ലീപ്പ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, 6:30 AM എഴുന്നേൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഇപ്പം അടുത്ത ദിവസം എക്സാം ഉണ്ടെങ്കിൽ ഈ സെയിം റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. എന്ന് വെച്ചാൽ കറക്റ്റ് ടൈം ടു ടൈം അങ്ങനെ മാറിപ്പോവാതെ എന്നല്ല, ചെറിയത് അങ്ങോട്ട് വന്നാലൊന്നും കുഴപ്പമില്ല, എന്നാലും ഇത് വെച്ച് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതാണ് നിങ്ങൾ എക്സാം ടൈമിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിനിടയ്ക്ക് ലീവുള്ള ദിവസം ഇതേപോലെയാണോ? അല്ലേ, നമുക്ക് സ്കൂളിലൊന്നും പോകണ്ട, എക്സാം ഒന്നും എഴുതാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 6:30 തന്നെ എഴുന്നേക്കാം. ഓക്കെ, രാവിലെ ഒരു 6:30 തന്നെ എഴുന്നേക്കാം. ഒന്ന് ഫ്രഷ് അപ്പ് ആയതിനു ശേഷം 7 മണി കിട്ടും. 6:30 എഴുന്നേറ്റ് ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയ ഒരു കോഫിയോ ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ച്, ഏറ്റവും നല്ലത് വെള്ളം കുടിക്കുന്നതാണ്. അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാം. അതിനുശേഷം നമ്മളൊരു 7 AM to 10 AM. ഓക്കെ, അപ്പോൾ എഴുന്നേറ്റ് നിങ്ങൾക്കൊരു 2 hours ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. 7 AM to ഒരു 8, 9 വരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. കാരണം അതിനിടയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കാണാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കാണണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നു. ഈ ഒരു 7 AM to 10 AM നമുക്ക് അടുത്ത എക്സാമിന് എന്താണോ അത് റിവിഷൻ ചെയ്യുന്നു. വേണമെങ്കിൽ ലൈവ് കൂടി റെഫറൻസ് വെക്കുക. അതിനിടയിൽ ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ സമയം എപ്പോഴാണോ, ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 8 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ 9 മണിക്ക് കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു 7 AM to 10 AM ഇടയിൽ എന്ത് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ ഒരു 10 AM to 11 AM നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് 7 മണി to 10 മണി വരെ പഠിച്ചതാണ്. അപ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം എന്നില്ല. നിങ്ങൾക്കൊരു 1 hour ഇവിടെ എന്ത് കിട്ടും, ബ്രേക്ക് കിട്ടും. ആ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു നാപ്പ് എടുക്കാം, അതല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് റിഫ്രഷ്ഡായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചില്ല് ചെയ്യാനുണ്ട്, ഫോണിലൊക്കെ ഒന്ന് കളിക്കാനുണ്ട്, അതൊക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 11 AM to 1 PM നമുക്കിവിടെ 2 hours ഉണ്ട്. ആ 2 hours നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റ് ബ്രേക്കൊക്കെ വെച്ച് പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മടുപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ റിവിഷൻ ചെയ്യുന്നു ആൻഡ് നമ്മുടെ ലൈവ് നമ്മൾ റെഫറൻസിന് വെക്കുന്നു. ദെൻ 1 PM to 2 PM നമുക്ക് എന്ത് കഴിക്കാം, ഭക്ഷണം, ഉച്ച ഭക്ഷണം കഴിക്കുക. ആൻഡ് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അങ്ങനെ വയറൊക്കെ ഫുള്ളായിരിക്കുന്ന സമയത്ത് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ, പഠിക്കേണ്ട. നിങ്ങൾക്കൊരു 2 PM to 3 PM എന്തെടുക്കാം, ഒരു പവർ നാപ്പ് എടുക്കാം, നല്ല ചില്ലായിട്ട് ഉറങ്ങുക, ഫോൺ ചാർജ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3 PM എഴുന്നേൽക്കുന്നു. 1 മണിക്കൂർ നമ്മൾ ഉറങ്ങി. 3 PM to 6 PM ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫുൾ റിഫ്രഷ്ഡ് ആയിരിക്കും. ആ സമയത്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. 3 hours പഠിപ്പിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. നമ്മൾ എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. നിങ്ങളുടെ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടി റെഫറൻസ് ലൈവോ ബാച്ചിലോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകളോ റെഫറൻസിന് വെക്കാം. അത് കഴിഞ്ഞൊരു 6:30 to 7:30 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചതാണല്ലേ, 6 PM വരെ പഠിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 6 PM to 6:30 ടൈമുണ്ട്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് ഒന്ന് മാറി ഒന്ന് റിഫ്രഷ്ഡ് ആവാനും ചിലപ്പോൾ പ്രയറുള്ളവർക്ക് പ്രയർ ചെയ്യാനും ഒക്കെ സമയമുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് 6:30 to 7:30 നിങ്ങൾക്ക് ചായ കാപ്പി അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കഴിക്കാം, കുടിക്കാം. ആൻഡ് അതിൻ്റെ സമയം തന്നെ ജസ്റ്റ് നമ്മൾ അടുത്ത ലൈവ് 7:30 തുടങ്ങുമല്ലോ. അപ്പോൾ ആ 7:30 വേണ്ടിയിട്ടുള്ള ലൈവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒരു കാര്യം അറിയാണ്ട് നമ്മളിങ്ങനെ ലൈവ് വന്നിരിക്കാതെ, എക്സാം ടൈമാണ്, അപ്പോൾ ജസ്റ്റ് ആ ചാപ്റ്റർ ഏതാണ്, ആ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ 7:30 to 10:30 വീണ്ടും നമ്മുടെ മാരത്തൺ ലൈവ്. അതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നു. ഓക്കെ, 10:30 ആവുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ലൈവ് കഴിയും. ആൻഡ് 10:30 to 6:30 നമുക്ക് 8 hours ഹെൽത്തി സ്ലീപ്പ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഇതേ ടൈം 1 മിനിറ്റോ ഒരു 5 മിനിറ്റോ ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ചെയ്യണം നല്ല മിസ് പറയണത്. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം അനുസരിച്ചോ നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയം അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതേപോലത്തെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പ്ലാൻ എൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കണം. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, എനിക്ക് ഇത്ര സമയം പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ എല്ലാം റെഡിയാക്കുകയാണ് എനിക്ക് ഈ സമയം പഠിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും, നമ്മളൊരു പ്ലാനൊക്കെ റെഡിയാക്കി വെച്ചാൽ. മറ്റേ നമ്മളൊരു ലീവുള്ള ദിവസം ഒരു പ്ലാനും ഇല്ലാണ്ടാവുമ്പോൾ എന്താ പറ്റുക, രാവിലെ നമ്മളൊരു 11 മണിക്കൊക്കെ എഴുന്നേക്കും, ലീവുള്ള ദിവസമല്ലേ എന്ന് കരുതും. എന്നിട്ട് നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഉറങ്ങി എഴുന്നേറ്റ് ആ ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് എന്താവും, ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. പിന്നെ നമ്മൾ ആ ദിവസം അങ്ങ് പോയിപ്പോൾ നമുക്ക് ഒരു കാര്യം ഉണ്ടാവാത്ത രീതിയിൽ.
അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ എന്തായാലും ഉണ്ടാക്കുക. അപ്പോൾ പ്ലാൻ ഉണ്ടാക്കാതെ പോകാൻ ഭയങ്കര ഈസിയാണ്, നമ്മളൊന്നും ചിന്തിക്കേണ്ട അല്ലേ, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. പക്ഷേ ആ ഒരു എക്സാം ടൈം ആകുമ്പോൾ, എക്സാം ദിവസം ആകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ വേറെ ലെവലായിരിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നിങ്ങളുടേതായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട, അതനുസരിച്ച് കാര്യങ്ങളങ്ങ് പൊക്കോളും. ഓക്കെ, അത് മാത്രമല്ല നമുക്കുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ആ കുറച്ച് ദിവസം ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അതങ്ങോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഈ രീതിയിലും തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം വളരെ ഈസി ആയിട്ട് പോകും, സ്മൂത്തായിട്ട് പോകും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം അടിപൊളിയായിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഒരു സെപ്പറേറ്റ് ടൈം ടേബിൾ, എക്സാം ഉള്ള ദിവസങ്ങളിൽ ഒരു സെപ്പറേറ്റ് ടൈം ടേബിളൊക്കെ വെച്ച് ശരിയാക്കിയിട്ട് പോവാം. നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് നല്ല ബ്രേക്ക് ഉണ്ടായിരിക്കണം, ആവശ്യത്തിന് ബ്രേക്ക് ഉണ്ടായിരിക്കണം, ഭക്ഷണം കഴിക്കാനുള്ള സമയം, പിന്നെ നല്ല ഉറക്കം, പഠിക്കാനും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ടിൽ ഒരു ടൈം ഉണ്ടാവണം. ഓക്കെ, ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യണേ, അങ്ങനെ ചെയ്യാം. എന്തായാലും ഒരു ടൈം ടേബിൾ എൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ടോ അല്ലാതെയോ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.